വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതായത് പൊറോട്ടയുടെ കൂട്ട് തന്നെ ഇരിക്കുന്നതാണ്. എന്നാലും പൊറോട്ടയുടെ കൂട്ട് നമുക്ക് വീശി അടിക്കുക ഒന്നും വേണ്ട. ടർക്കിഷ് പാൻകേക്ക് എന്നാണ് ഇതിന് പറയുന്നത്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. ഇനി നമുക്ക് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടി 2 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇടാം. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1/2 ടീസ്പൂൺ ഉപ്പ് ടേസ്റ്റ് അനുസരിച്ച് ഇടുക. നമുക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് വേണം കുഴച്ചെടുക്കാൻ. അതായത് ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കുക. ഇത്രയും വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ഗ്ലാസ്. അതിൽ നിന്ന് കുറച്ചൊഴിച്ച് കൊടുക്കുക. കുറച്ച് ലൂസിൽ കുഴയ്ക്കണം, ഒരുപാട് അങ്ങ് ടൈറ്റായിട്ട് കുഴയ്ക്കരുത്. അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇതിൻ്റെ ബാക്കി വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഇനി കുറച്ചുകൂടെ ഉണ്ട്. ഇച്ചിരി കുഴയ്ക്കും. ഒരുവിധം കുഴച്ചെടുത്തിട്ടുണ്ട്. സാധാ കുഴയ്ക്കുന്ന പോലെ നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ കുഴച്ചാൽ മതി. വലിയ ബലമൊന്നും പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. ഇത്ര ലൂസിൽ വേണം നമ്മളിത് കുഴച്ച് വെക്കാൻ. ഇതതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇങ്ങനെ കുഴച്ച് വേണം വെക്കാൻ. ഇത്ര ലൂസ് ആകുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് പൊറോട്ടയും തോറ്റു പോകുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇനി ഇത് അടച്ച് അരമണിക്കൂർ മാറ്റി വെക്കാം. ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ട, നല്ലപോലെ മാവ് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാനൊന്ന് കുത്തി കാണിക്കാം. കണ്ട, നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു മുട്ടയും ഞാൻ എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയിലയും എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം ആദ്യം തന്നെ. അതിലേക്ക് നമുക്ക് ഈ മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവെടുത്ത് പരത്തിയെടുക്കാം. കണ്ടോ, കിച്ചൺ ടോപ്പ് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് എണ്ണ അതിലേക്ക് ഒഴിക്കുക. ഓയിൽ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്യാം, ഒട്ടിപ്പിടിക്കാതിരിക്കാനാട്ടോ. ഇനി ഒന്ന് ഉരുട്ടിയെടുക്കാം. മാവ് ഒന്ന് റോൾ ചെയ്തെടുക്കാം. നല്ലപോലെ നമ്മളിത് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസാക്കാം. ഞാൻ കുറച്ച് വലുപ്പത്തിലങ്ങ് ഉണ്ടാക്കും കേട്ടോ, തീരെ അങ്ങ് ചെറുതാവുന്നില്ല. ഞാൻ ഇച്ചിരി മാവ് ലൂസിലാണ് കുഴച്ചേട്ടോ, അന്നേരം നല്ല സോഫ്റ്റായിട്ടിരിക്കും. 6 പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഉരുളകൾ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് നമുക്ക് ആദ്യം കൈ കൊണ്ടൊന്ന് പരത്താം. ഇനി നമുക്കൊന്ന് പരത്തി ചുറ്റിയെടുക്കാം. നല്ലപോലെ പരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ ഇത്ര ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ ചുരുട്ടാം. ഇതുപോലെ ചുരുട്ടിയിട്ട് ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ആദ്യമേ തന്നെ നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കാം. പിന്നെ നമുക്ക് റോളർ. ഇനി നമുക്കൊന്ന് പരത്തി കൊടുക്കാം. നമ്മൾ പരത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നതിലോട്ട് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് നമുക്കിത് ഒരു സ്പൂൺ ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ബ്രഷ് ഉപയോഗിച്ച്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് സോഫ്റ്റ് ആവാൻ വേണ്ടി 1 ടീസ്പൂൺ എണ്ണ ഇതിൻ്റെ പുറത്തൊന്ന് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം.